Hello all, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിന്റെ രണ്ട് ചെറിയ പോർഷൻസ് ആണ് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേം ആണ് ഡേറ്റ, സെക്കൻഡ് ടേം ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ ആണ് അല്ലേ? നിങ്ങളുടെ 10th റിസൾട്ട് എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഈ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ അടിക്കുന്നു അല്ലേ? എൻ്റർ അടിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിച്ചിട്ടുണ്ടാവും. എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എന്താ വരിക? റിസൾട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവിടെ കൊടുത്ത ചില ഇൻഫർമേഷൻ അല്ലേ, ചില റോ ഫാക്ട്സ്, അതിനെയാണ് ഡേറ്റ എന്ന് പറയുക. ആ ഡേറ്റ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഓർക്കുന്നില്ലേ? പ്ലസ് നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് നിങ്ങൾ നോക്കിയ കാര്യം ഓർത്താൽ മതി. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. റിസൾട്ട് ഔട്ട്പുട്ട് എന്ത് കിട്ടി? നിങ്ങളുടെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പം ആ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റയും ഇൻഫർമേഷൻ. അപ്പം കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്ന മെഷീനാണ് കമ്പ്യൂട്ടർ. അപ്പൊ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ പോലെയാണ്. ഇപ്പം ഏതൊക്കെ ഒരു എക്സാമ്പിൾ, ഒരു കമ്പനി എടുക്കുക, ഒരു സ്ലിപ്പ് മാനുഫാക്ചറിങ് കമ്പനി. അപ്പൊ അവിടെ കുറെ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ? അപ്പം ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ റബ്ബറോ കെമിക്കലോ അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് സ്ലിപ്പ് ഔട്ട്പുട്ട് നമ്മൾ കിട്ടും. ഇതുപോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ കുറെ ഡേറ്റാസുകൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ രണ്ട് ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ എന്ന് പറഞ്ഞ ടേം ആണ്. അപ്പം ഡേറ്റ, ഈ എക്സാമ്പിൾ നോക്കുക. രാഹുൽ 16+1. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നൊന്നും മനസ്സിലാകുകയില്ല. ഇത് കുറച്ച് റോ ഫാക്ട്സ് ആണ്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് എന്ന് പറയുക ഡേറ്റ എന്ന് പറയുക. ഇത് കിട്ടുന്നുണ്ടോ? അപ്പം ഇൻഫർമേഷൻ കിട്ടാനായിട്ടുള്ള റോ മെറ്റീരിയൽ ആണ് ഡേറ്റ. ഡേറ്റാസ് ആർ ദി ഇൻപുട്സ് ഗിവൺ ടു ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് ഡേറ്റ എന്ന് പറയുക. അപ്പം ഡേറ്റയുടെ പ്രത്യേകത, ഇവയ്ക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. കുറച്ച് വാക്കുകളുടെ അല്ലെങ്കിൽ നമ്പറുകളുടെ ഒക്കെ കൂട്ടമായിരിക്കും ഡേറ്റ എന്ന് പറയുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഇപ്പൊ ഈ ഒരു ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. രാഹുൽ ഈസ് 16 years old, studying in +1 class. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഈ ഒരു എന്താണ് ഇൻഫർമേഷൻ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ടേം ആയിരിക്കും നമുക്ക് കിട്ടുക. അതേസമയം ഈ ഡേറ്റ വായിച്ചു കഴിഞ്ഞാൽ ഡേറ്റ വിൽ ബി ഓൾവേസ് മീനിങ്ലെസ്. പ്രത്യേകിച്ച് മീനിങ് ഒന്നും നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയില്ല. എന്നാൽ ആ മീനിങ്ലെസ് ആയിട്ടുള്ള ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? എപ്പോഴും മീനിങ് ഫുൾ ആയിരിക്കും ഇൻഫർമേഷൻ. അപ്പം ഈ ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഡേറ്റ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഫാക്ട്സ്, ഫിഗേഴ്സുകളും നമ്പറുകളും ടെക്സ്റ്റുകളുടെ ഒക്കെ കൂട്ടത്തിനെയാണ് എന്ന് പറയുക ഡേറ്റ എന്ന് പറയുക. അതേസമയം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ പ്രോസസ് ചെയ്ത ഡേറ്റ ആയിരിക്കും എന്ത്? ഇൻഫർമേഷൻ. ദെൻ അടുത്ത വ്യത്യാസം, ഡേറ്റാസ് ആർ റോ ഫോം. ഡേറ്റയ്ക്ക് പ്രത്യേക മീനിങ് ഒന്നും ഉണ്ടാകുകയില്ല, റോ ഫോമിലായിരിക്കും. ഇൻഫർമേഷൻ ഈസ് ദി പ്രോഡക്റ്റ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആയിരിക്കും, റോ മെറ്റീരിയൽ ആയിരിക്കും. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ആയിരിക്കും, പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും ഇൻഫർമേഷൻ. ഡേറ്റ cannot be used directly. നമുക്ക് ഡേറ്റ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അതിനെ ഇൻഫർമേഷൻ ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അടുത്ത വ്യത്യാസം, ഡേറ്റ ഡസ് നോട്ട് ഗീവ് ക്ലിയർ മീനിങ്. ഡേറ്റ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിനകത്താണെങ്കിൽ നമ്മൾ ഈ ഡേറ്റ, ഇവിടെ ഈ ഡേറ്റയെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താണ്, ഒരു ഐഡിയ, ഒരു മീനിങ്ങോ ഒരു അർത്ഥമോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഡേറ്റ ഡസ് നോട്ട് ഗീവ് ക്ലിയർ മീനിങ് വയൽ ഇൻഫർമേഷൻ ഗീവ്സ് എ ക്ലിയർ മീനിങ്. ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എപ്പോഴും എന്താണ്? വ്യക്തമായിരിക്കും.
രാഹുൽ ഈസ് 16 years old studying in a +1 class. അപ്പോൾ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് അത്, അല്ലെ? അതിനെ പറ്റിയുള്ള ഒരു ഏകദേശം ഒരു ആവശ്യമുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിയും. ഏത് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഡേറ്റ അങ്ങനെ ആയിരിക്കില്ല, ഡേറ്റ മീനിങ്ലെസ് ആയിരിക്കും. ഡേറ്റ ഈസ് എ സിംഗിൾ യൂണിറ്റ്. ഡേറ്റ എപ്പോഴും എന്താണ്? സിംഗിൾ യൂണിറ്റുകളായിട്ടായിരിക്കും ഡേറ്റ ഇരിക്കുക. എന്നാൽ ഇൻഫർമേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ. അടുത്ത ലാസ്റ്റത്തെ വ്യത്യാസം, ഡേറ്റ ഈസ് നോട്ട് സ്പെസിഫിക് വൈൽ ഇൻഫർമേഷൻ ഈസ് സ്പെസിഫിക്. ഒരു ഡേറ്റ പ്രത്യേക അർത്ഥങ്ങളില്ലാത്ത ചിതറിക്കിടക്കുന്ന കുറെ വാക്കുകളുടെ കൂട്ടമായിരിക്കും ഡേറ്റ. എന്നാൽ അതിനെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ഈ ഡേറ്റയെ പ്രോസസ് ചെയ്ത പ്രോഡക്റ്റ് കൊണ്ട് കിട്ടുക. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, എക്സാമ്പിൾ ഒക്കെ വെച്ച് പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കുക. അപ്പം ഡേറ്റയും ഇൻഫർമേഷനും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പെട്ടതാണിത്. അപ്പം ഡേറ്റ എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഈ രണ്ട് ടേമും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ പോർഷൻ ടെക്സ്റ്റ് ബുക്കിലെ വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവൂ. കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ, അത് ചെയ്യുക. സമഗ്രയുടെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി, അതിട്ടിട്ടുണ്ട്. സമഗ്രയുടെ സൈറ്റിൽ കയറി ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പഴയതാണെങ്കിൽ പഴയത്. എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അത്യാവശ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്കും ഇതിന്റെ കൂടെ ഒപ്പം തന്നെ. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട്, കാരണം ടെക്സ്റ്റ് ബുക്കിന് ബേസിസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ പെട്ടെന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന പോർഷൻ ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ലതായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.